നമസ്കാരം. ഞാൻ ഡോക്ടർ നിഖിൽ രാജൻ. ആരോഗ്യ ഹെൽത്ത് കെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒന്ന് മൈഗ്രെയിനും പിന്നെ ഒന്ന് തലവേദനയാണ്. ആദ്യം തലവേദനയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. എന്താണ് തലവേദന? തലവേദന എന്നത് പറയുന്നത് നമ്മുടെ കഴുത്ത്, അതേപോലെ കവിള്, പിന്നെ നെറ്റി, പിന്നെ തല ഇവിടങ്ങളിലുണ്ടാകുന്ന അതിശക്തമായ വേദനയാണ് നമ്മൾ തലവേദന എന്ന് പറയുന്നത്. തലവേദന ഉണ്ടാകാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഒന്ന് വെള്ളം കുടി കുറവായത് കൊണ്ടും ഉറക്കക്കുറവും പിന്നെ വിഷാദം, ടെൻഷൻ എന്നിവ കൊണ്ടും ആവാം. അപ്പോൾ ഇവിടെ മൈഗ്രെയിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് ഈ തലവേദനയ്ക്കുണ്ടാകുന്ന അതേ ലക്ഷണങ്ങൾ തന്നെയാണ് നമ്മുടെ മൈഗ്രെയിനും ഉള്ളത്. ഇനി മൈഗ്രെയിനെ കുറിച്ച് സംസാരിക്കാം. ഈ മൈഗ്രെയിൻ എന്ന് പറയുന്നത് ഒരു വില്ലാളി വീരം തന്നെ. കാരണം ഈ തലവേദന ആരംഭിക്കും മുമ്പ് തന്നെ അതിൻ്റെ ന്യൂറോളജിക്കൽ പ്രോസസ്സ് ആരംഭിച്ചിട്ടുണ്ടാവും. ഇതിനെ സ്റ്റേജ് ഓഫ് മൈഗ്രെയിൻ എന്നാണ് പറയുക. അപ്പോൾ ഈ മൈഗ്രെയിൻ്റെ ലക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിലോ ഒന്ന് വിഷാദം, ക്ഷീണം, നിർജ്ജലീകരണം, ഓക്കാനം, ഛർദി, പ്രകാശത്തോടുള്ള അമിതമായ വെറുപ്പ്, ശബ്ദത്തോടുള്ള അമിതമായ വെറുപ്പ് ഇതൊക്കെയാണ് നമ്മുടെ മൈഗ്രെയിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മൈഗ്രെയിൻ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ക്രോണിക് മൈഗ്രെയിൻ എന്നും എപ്പിസോഡിക് മൈഗ്രെയിൻ എന്ന് പറയുന്നു. എന്താണ് ക്രോണിക് മൈഗ്രെയിൻ? ക്രോണിക് മൈഗ്രെയിൻ എന്ന് പറയുന്നത് 15 ദിവസമോ അതിലധികമോ നീണ്ടു നിൽക്കുന്ന അതിതീവ്രമായ വേദനയാണ് നമ്മൾ ക്രോണിക് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് എപ്പിസോഡിക് മൈഗ്രെയിൻ. എപ്പിസോഡിക് മൈഗ്രെയിൻ എന്ന് പറയുന്നത് 15 ദിവസത്തിൽ താഴെ മാത്രം അനുഭവപ്പെടുന്ന വേദനയാണ് എപ്പിസോഡിക് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. ഈ മൈഗ്രെയിൻ ഉണ്ടാകുന്നത് 4 മണിക്കൂർ മാത്രമാണ്. പക്ഷേ വിദഗ്ധർ പറയുന്നുണ്ട് അത് 72 മണിക്കൂർ വരെ ആകാം എന്ന്. നമ്മുടെ കാലാവസ്ഥ, അതേപോലെ തന്നെ ആഹാരക്രമങ്ങളുണ്ടായ മാറ്റം, പിന്നെ കഫീൻ, പിന്നെ മദ്യപാനം മൂലം ഉണ്ടാകുന്ന മൈഗ്രെയിൻ, പിന്നെ പാലുൽപ്പന്നങ്ങൾ ധാരാളം ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാലും മൈഗ്രെയിൻ ഉണ്ടാകാം. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ആർത്തവവിരാമം, ഗർഭധാരണ ആ കാലഘട്ടങ്ങളിലുണ്ടാകുന്ന ഈസ്ട്രജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും വേരിയേഷൻ മൂലവും മൈഗ്രെയിൻ ഉണ്ടാവാം. അപ്പോൾ ഈ മൈഗ്രെയിൻ നമുക്ക് പ്രാരംഭഘട്ടത്തിൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അത് വെച്ചുകൊണ്ടിരിക്കാതെ ഇപ്പോൾ അത് തീവ്രമാവുകയാണെങ്കിൽ നിങ്ങൾ വിദഗ്ധ ഡോക്ടേഴ്സിനെ സമീപിക്കേണ്ടതാണ്. ഈ പ്രാരംഭഘട്ടത്തിൽ മാറുവാനായിട്ട് ഒരു ചെറിയ പൊടിക്കൈ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, കിടക്കുന്നതിന് മുമ്പ് തലയോട്ടിയിൽ നന്നായി മസാജ് ചെയ്യുക. നെറ്റിയിലും കഴുത്തിന് പുറകിലുമായിട്ട് നനഞ്ഞ തുണി വയ്ക്കുക. പിന്നെ ഈ അതായത് ലൈറ്റ് അണച്ച് ഇരുണ്ട റൂമിൽ കിടക്കുകയാണ് വേണ്ടത്. അപ്പോൾ മനസ്സിലായില്ലേ എന്താണ് മൈഗ്രെയിനും തലവേദനയും എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതേപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവായുള്ള വീഡിയോ ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.